കുശലകുമാരി, എന്റെ മോന്റെ കല്യാണ വിഷയമാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് മിണ്ടാണ്ടിരുന്നിട്ട് ഇവിടെ തന്നെ ശ്രദ്ധിച്ചോണം, കേട്ടല്ലോ? ചേട്ടാ, നിങ്ങൾ പറഞ്ഞോളൂ. തത്തപ്പെണ്ണേ, ആ ചീട്ട് എന്റെ കയ്യിൽ തന്നിട്ട് അകത്തോട്ട് പോയേ. സന്തോഷമുണ്ടാവും, എല്ലാം കൈവെള്ളയിൽ തന്നെ വരും. നല്ലപോലെ സംസാരിക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് കാര്യം എന്താന്ന് പറ സ്വാമി. അതായത് എന്താണ് പറയുന്നതെന്ന് വെച്ചാല് വീട്ടിൽ വിശേഷ കാര്യങ്ങൾ നടക്കൂന്നാ പറയുന്നത്. എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ വരും. ചെറുക്കന് എത്ര വയസ്സായി മാഡം? 29. ചെറുക്കന് കല്യാണം നടക്കുമോ? ആ പാവം എവിടെയാ ഉള്ളത് എന്നൊക്കെ ഒന്ന് നോക്കി പറഞ്ഞേ സ്വാമി. പാവമെന്നോ? ആ, പാവം പെണ്ണ്. എന്തായാലും നിങ്ങളെ വീട്ടിലേക്കല്ലേ വരുന്നത്, ഇപ്പൊ പാവല്ലേ? അതും നിങ്ങൾക്ക് മര്യാളായിട്ട് വരുന്നത്. അപ്പൊ പിന്നെ പാവം പിടിച്ച പെണ്ണാവല്ലേ അവള്. മാഡം പറയുന്നത് കൊണ്ടൊന്ന് തെറ്റായി വിചാരിക്കരുത്. ഇല്ല, അവര് തെറ്റായിട്ടൊന്നും വിചാരിക്കില്ല. നിങ്ങൾ പറഞ്ഞു. സോറി ലച്ചുവേച്ചി, ഇനി ഞാൻ ഒന്നും മിണ്ടില്ല, കേട്ടല്ലോ? ഇതാ അതുകൊണ്ടാണ് ഞാൻ വായിൽ കൈവച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ ഒന്നും മിണ്ടില്ല. ഈ നാടിനെ വിശ്വസിക്കാം, നാട്ടാരെ വിശ്വസിക്കാം, വേണമെങ്കിൽ ഈ ലോകത്തെ തന്നെ വിശ്വസിക്കാം. പക്ഷെ നിങ്ങളുടെ മകന്റെ ഉള്ളു മാത്രം വിശ്വസിക്കരുത്, കേട്ടോ ചേച്ചി? അവനെ വിശ്വസിച്ച് പോകുന്നതിൽ ചിലപ്പോ പുഴയിലോ കുളത്തിലോ ചെന്ന് ചാടിയേക്കാം. കുശു, ഒന്ന് അവനെ മിണ്ടാതിരിക്കെ. എന്നിട്ട് സ്വാമി പറയുന്നത് ഫുള്ളായിട്ടൊന്ന് കേട്ടെ. സോറി റാണിയേച്ചി. നിങ്ങൾ എന്താ പറയുന്നത് സ്വാമി? അപ്പോ അവൻക്ക് പെണ്ണിപ്പൊ നോക്കണ്ടെന്നാണോ? അങ്ങനെയല്ല മേഡം, അവന്റെ മനസ്സിലെ ഐശ്വര്യ റായിയോ ദർശനിയോ നയൻതാരയോ ഉണ്ട്, ആരോ ഉണ്ട്. അതെങ്ങനെയാ സ്വാമി ഞാൻ കണ്ടുപിടിക്കുന്നത്? അതെന്താ ലച്ചു, നിനക്ക് ദർശനെ അറിയില്ല? ദർശന 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 നീൻ സൗന്ദര്യ ദർശന. ചേച്ചി, നയൻതാരനെ ഐശ്വര്യ റായിയെ കാണാൻ ഈ നാടൊന്നും ചുറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നേരെ ചെന്നൈയിൽ പോയിട്ട് നയൻതാരനെ പിടിക്കാം. ഐശ്വര്യ റായിയെ വേണമെങ്കിൽ ചിലപ്പോ അഭിഷേക് ബച്ചനോടൊന്ന് ചോദിക്കേണ്ടി വരും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ? സോറി ചേച്ചി, അത് ചേച്ചിക്ക് ദർശന ആരെന്നും ഐശ്വര്യ റായി നയൻതാര ആരെന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാ. ദർശന മറ്റേ ഹൃദയം സിനിമയിലുള്ള നയൻതാര അറിയില്ലാലോ. അറിയില്ലേ? ഇപ്പൊ ചേച്ചിക്ക് അറിഞ്ഞില്ലേ നയൻതാര ആരെന്ന്? വായ മൂടി അവിടെ മിണ്ടാണ്ടൊന്നിരിക്കോ? ഈ സ്വാമി ഒന്ന് ഫുള്ളായിട്ട് പറയാനൊന്ന് അനുവദിക്കേ. സ്വാമി പറഞ്ഞത് നയൻതാര ഐശ്വര്യ റായി എന്നല്ല, അവരെ പോലെ സൗന്ദര്യമുള്ള പെണ്ണിന് അവന് മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്നാ പറഞ്ഞത്. സ്വാമി, അവന്റെ മനസ്സിലുള്ളത് ഞങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? നിങ്ങൾ ചോദിക്കും മാഡം, ചോദിച്ചാൽ അവര് പറയും. എന്നാലേ ചോദിക്കാതെ ഒരു കാര്യവും തീരുമാനം എടുക്കരുത്, കേട്ടല്ലോ? പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ ഒന്നല്ല, അവന് നല്ല കുഞ്ഞാ. അവന് അമ്മ പറയുന്നത് അനുസരിക്കുന്ന മോനാ. അങ്ങനെയല്ല മേഡം, അവന് നിങ്ങളെ വായ കൊണ്ട് എല്ലാവരെയും കൈക്കലാക്കിയിട്ടുണ്ട്, അതാ സത്യം. ആ, നിങ്ങളൊന്നും പറയണ്ട. ഈ ഐശ്വര്യ റായിയെ പോലെ ഉണ്ട്, നയൻതാരയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കാനാ? അതുകൊണ്ട് അത് ഏത് നാട്ടിലുള്ളതെന്നാ മറ്റു പറഞ്ഞ്, എന്നാലും ഞങ്ങൾ ഒരു കൈ നോക്കാലോ. ഓക്കെ മാഡം, അതിനു മുമ്പ് നിങ്ങൾ അവനോട് ചോദിക്കാതെ ഒരു തീരുമാനവും എടുക്കരുത് കേട്ടോ. അവനോട് ചോദിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ. അതല്ല മാഡം, ഈ സമയത്താണ് നിങ്ങൾക്ക് ശുഭകാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. നിങ്ങൾക്കുള്ള എല്ലാ ദോഷങ്ങളും വിട്ടുമാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളെ വീട്ടിൽ നല്ല ശുഭകാര്യങ്ങൾ നടക്കണം. ഇനി എന്തേലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. റാണിയേച്ചി, അവരോട് ചോദിക്കേ, പെണ്ണ് ഏത് ദിക്കിലുള്ള പെണ്ണാണെന്ന് ചോദിച്ചേ. സ്വാമി, പെണ്ണ് എവിടെയുള്ളതാ? കുടുംബത്തിലുള്ളതാണോ, അല്ല ഈ നാട്ടിലുള്ളതാണോ, അല്ല വേറെ ഏതെങ്കിലും നാട്ടിലുള്ളതാണോ? കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, ഇതിൽ ഏതെങ്കിലും ഒരു ദിശയിൽ നിന്നാണ് ഉണ്ടാവുക. അത് ഞങ്ങൾക്കും അറിയാം സ്വാമി. ആകെ 4 ദിശയല്ലേ ഉള്ളത്, അത് 4ഉം പറഞ്ഞില്ലേ? എന്താണ് മേഡം സംസാരിക്കുന്നതിന് ഇടയിൽ കയറി സംസാരിക്കരുത്. പറയാനുള്ളത് ഫുള്ളായിട്ട് കേൾക്ക്, എന്നിട്ട് എന്നോട് ചോദ്യം ചോദിച്ചാൽ മതിയില്ലേ? കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ദിശയിൽ നിന്നാണ് വരിക. അതിൽ തന്നെ തെക്ക് വടക്കുള്ള കുട്ടികളാണെങ്കിൽ ഏറ്റവും നല്ലത്. കിഴക്ക്, പടിഞ്ഞാറ് എന്നീ ഭാഗത്തേക്ക് പോകരുത്. അവൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാലും നിങ്ങൾ സമ്മതിക്കരുത്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ലച്ചു, വേറെന്തെങ്കിലും സംശയമുണ്ടോ? ചോദിക്കണോ? ഇല്ല ചേച്ചി, അതിനൊന്നും ചോദിക്കണ്ട. ഇനി നമുക്ക് അവനോട് തന്നെ വിളിച്ച് ചോദിക്കാം. അവന് മനസ്സിൽ എന്തൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ ഇവിടെ സമയം ചെലവാക്കുന്നു എന്നല്ലാണ്ട് ഒരു കാര്യമില്ല. അവനോട് തന്നെ ചോദിക്കാം. ആ, അതെ അതെ അതെ, അവനോട് തന്നെ ചോദിക്കാം. അവനോട് ചോദിച്ചിട്ട് എവിടെയാ പെണ്ണ് എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് നല്ല നാൾ നോക്കിയിട്ട് അവൾക്ക് കൊണ്ടുപോയി ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് വരാം. അതല്ലേ നല്ലത്? അതും ശരിയാ ലക്ഷ്മി, കുഷു പറഞ്ഞതിലും വളരെ കാര്യമുണ്ട്. നമുക്ക് അവനോട് തന്നെ വിളിച്ചിട്ട് ചോദിക്കാം എന്താ ഏതാന്നൊക്കെ. അത് ഇനിയിപ്പോ സമയമില്ലല്ലോ, വയസ്സിങ്ങനെ കൂടിക്കൊണ്ട് പോവല്ലേ. ഇപ്പൊ തന്നെ 29 വയസ്സായില്ലേ. അതെ ചേച്ചി, പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം.
എൻ്റെ വീടാണെങ്കിൽ വളരെ ചെറിയ വീടല്ലേ. ഇനിയിപ്പോ ആ വീടൊക്കെ പണിയൊക്കെ ഒന്ന് പൂർത്തിയാക്കണം. അതിനിടയിൽ അവന് പെണ്ണും നോക്കണം. കുറെ പണിയുണ്ട്. ഇനി ആർക്കെങ്കിലും നോക്കണോ മാഡം? സ്വാമി, എനിക്ക് നോക്കണം. എല്ലാവരും ഒന്ന് വഴി തന്നേ. എനിക്ക് നോക്കിയിട്ട് മതി ഇനി ആർക്ക് നോക്കുന്നുണ്ടെങ്കിലും. എടി കുഷു, നീ ഇവിടെ നിന്ന് കൈകാട്ടിയാൽ തന്നെ അയാൾക്ക് കാണായിരുന്നു. എന്നീ വെറുതെ അവിടെ പോയൊക്കെ ഇരുന്നത്. നമുക്കേ ലക്ഷ്മി ചേച്ചിയുടെ കാര്യമൊക്കെ കേട്ടിട്ട് ചിരിക്കായിരുന്നു. ആ അതെ, എന്റെ കാര്യം കേട്ട് ചിരിക്കാനാണല്ലോ നീ വന്നത്. എടി കുഷു, നീ എന്തിനാ എന്റെ മുഖം നോക്കിയിരിക്കുന്നത്? എന്റെ മുഖത്തിലാണോ നിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്? അങ്ങോട്ട് തിരിഞ്ഞേ. അതൊന്നുമില്ല ലക്ഷ്മി ചേച്ചി. ലക്ഷ്മി ചേച്ചി ആകെ അടുക്കാക്കുരുവിൻ്റെ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ചേച്ചി പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് ചേച്ചീൻ്റെ വായിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ചെവി വെച്ചതാ. ഓ പിന്നെ, നീ വടിവത്ത ശരീരമുള്ള പ്രതിമയാണല്ലോ. പിന്നെ എല്ലാം ചെയ്തു വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു രൂപമാണെന്നാ നിന്റെ വിചാരം. കവുങ്ങിന് കുപ്പായമിട്ടതുപോലെയുള്ള രൂപം. എന്നിട്ടാ അവളുടെ ഒരു ഗമ. എന്നിട്ടോ എന്നെ കളിയാക്കാൻ വരുന്നത്. ഓ പിന്നെ, നിങ്ങൾ പിന്നെ ഉർവശിരമ്പയെ പോലെയാണല്ലോ ഉള്ളത്. ആകെ ഒരു തേങ്ങയിലേക്ക് ഫ്രോക്ക് ഇട്ടതുപോലെയുള്ള ഒരു രൂപം. പോയി അവിടുന്ന്. എന്താ, വല്ല സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ സ്വാമിയോട് ചോദിക്കേ. എന്താ സ്വാമി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇവര് കാണുമ്പോൾ തേങ്ങയിലേക്ക് ഫ്രോക്ക് ഇട്ടതുപോലെ ഇല്ലേ? മാഡം, ഞാൻ ജ്യോതിഷം നോക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അല്ലാതെ ആരാ കവുങ്ങ് ആരാ തേങ്ങ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കണുണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ നോക്കിയതിനുള്ള പൈസ താ, അതുകൊണ്ട് ഞാൻ പോവാം. ഓ പിന്നെ, വലിയ ആളൊന്നും ആക്കണ്ട. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുവല്ലേ? എന്താ മാഡം നിങ്ങൾ ഈ പറയുന്നത്? ആ ശരി ശരി, ദേഷ്യപ്പെടാതെ. ഇനി ഈ ദേഷ്യത്തിൽ തന്നെ തെറ്റായിട്ടൊന്നും പറയണ്ട. ശരിക്കും നോക്കിയിട്ട് തന്നെ പറഞ്ഞാൽ മതി. ഇന്നാ കൈ നല്ല രീതിയിൽ നോക്കിയിട്ട് പറ. ആ പയ്യെ കാണിക്കും മാഡം. എന്റെ കണ്ണും ചെവിയൊന്നും കുത്തിപ്പൊട്ടിക്കാതെ.